നാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1667 ദിവസമായി ഇന്ന് 2025 ഡിസംബർ മാസം 7 തീയതി ഞായറാഴ്ച. 1201 ആണ്ട് വൃശ്ചിക മാസം 21 തീയതി. ഗുരുവചനങ്ങളിലൂടെ പ്രകൃഷ്ടമായ ഭാഷണമാണ് പ്രഭാഷണം. ഭാഷണത്തിൽ പ്രകർഷമുണ്ടാക്കാൻ വേണ്ടി എത്ര അപകർഷം വേണമെങ്കിലും പ്രഭാഷകൻ വലിച്ചു വയ്ക്കും. അലക്കുകാരൻ്റെ കഴുത പോലെ പ്രഭാഷകന്റെ പ്രതിഭ. വിഴുപ്പ് കൊടുക്കാറുള്ളവരുടെ പടിക്കലൊക്കെ പമ്മി നിൽക്കും. അതുപോലെയുള്ള ദുശീലത്തോട് പ്രതിഷേധിക്കേണ്ടേ? തനിക്ക് സന്ദേഹമുള്ള വിഷയത്തെപ്പറ്റി ഒരു പ്രസംഗകനും യാതൊന്നും ജനങ്ങളെ ധരിപ്പിച്ചുകൂടാ. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരലിൽ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 30-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിച്ചത്. ശാസ്ത്രചിന്ത ഇനി മുന്നോട്ട് പോകാനാകാത്ത വിധം ഒരു പ്രതിസന്ധിയിൽ വന്ന് മുട്ടി നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കൂടുതൽ ധീരമായ പുതിയൊരു ചിന്താരീതി ആവശ്യമായി വന്നിരിക്കുന്നു. വെറും ഭാവനയ്ക്ക് മാത്രം സ്ഥാനം നൽകുന്നതായിരിക്കരുത് അത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വസ്തുനിഷ്ഠമായ നേട്ടങ്ങളെ കൂടി കണക്കിലെടുക്കുന്നതായിരിക്കണം അത്. ആപേക്ഷിക സിദ്ധാന്തം മാതിരിയുള്ള സാത്വികാംശങ്ങളെ വിട്ടുകളയുകയുമരുത്. ശാസ്ത്രീയ നിരീക്ഷണത്തിൻ്റെ ഭാവി ഇത്രത്തോളം ഇരുളടഞ്ഞതാണെങ്കിൽ നാം ഇവിടെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഗുരുവരുളിൻ്റെ വിദൂര ബന്ധങ്ങൾ അതിനേക്കാൾ എത്രയോ കടുത്ത ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്നതായിരിക്കണം. അതിനാൽ തുടങ്ങി വെച്ചിടത്തു നിന്ന് ഒരു ചുവട് കൂടി മുന്നോട്ട് പോകാം. ഗുരുവരുളിൻ്റെ യൗകികമായ പുനരാവിഷ്കാരം നടക്കാനിടയായിട്ടുള്ള സ്ഥിരാകേന്ദ്രങ്ങൾ ധീരതയോടെ പൊതുവെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പോഴും യാഥാർത്ഥ്യങ്ങളുടെ നേരെ നാം കണ്ണടച്ച് കളയരുത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.